വെൽക്കം ടു ദ ഫിസിക്സ് ക്ലാസ്. നമ്മൾ ഫിസിക്സിൽ സെക്കൻഡ് ഇയർ 15 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് തീർന്നു, രണ്ടാമത്തെ ചാപ്റ്റർ തീർന്നു. ഇനിയിപ്പോൾ തേർഡ് ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. തേർഡ് ചാപ്റ്ററിൻ്റെ പേരാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. തൊട്ടുമ്പത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജസിനെ കുറിച്ച് പഠിക്കുന്നതാണ്. ഈ ചാർജ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ചാർജസ് അറ്റ് റെസ്റ്റ് ഉണ്ട്, ചാർജസ് ഇൻ മോഷൻ ഉണ്ട്. ആ റെസ്റ്റിലുള്ള ചാർജസിനെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ചിനാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് വിളിച്ചത്. ആദ്യത്തെ രണ്ട് ചാപ്റ്ററും ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഹെഡിങ്ങിലാണ് വരുന്നത്. പിന്നെ മൂവ് ചെയ്യുന്ന ചാർജ്, ഫ്ലോയിങ് ചാർജസിനെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ ബ്രാഞ്ചിനാണ് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. ഈ ചാപ്റ്റർ നമ്മൾ ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ 15 ചാപ്റ്ററുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. ഒന്ന്, ഏകദേശം 9 മാർക്കിൻ്റെ അടുത്ത് നമുക്ക് +2 എക്സാമിന് ഈ ചാപ്റ്റർ ചോദിക്കുന്നുണ്ട്. കൂടാതെ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യുന്നതിൽ 6 പ്രാക്ടിക്കൽ ഈ ചാപ്റ്റർ നമുക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമുക്ക് മാർക്കിൻ്റെ ബേസ് നോക്കിക്കഴിഞ്ഞാലും പ്രാക്ടിക്കലിൻ്റെ ബേസ് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമുക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. ഞാൻ ആ ചാപ്റ്റർ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം അതിൽ പഠിക്കാനുണ്ട്, നമുക്ക് ഏത് ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിൽ എന്തെല്ലാം പഠിക്കാനുണ്ട് എന്നൊരു ഐഡിയ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. പഠിക്കുന്ന സമയത്ത് എത്ര പഠിച്ചു കഴിഞ്ഞു, എത്ര പഠിക്കാൻ ബാക്കിയുണ്ട് എന്നതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനാണ്. ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച എന്താണ് കറണ്ട്, എന്താണ് വോൾട്ടേജ്, എന്താണ് EMF പോലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനാണ് നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് സെക്ഷൻ ഓംസ് ലോ. നിങ്ങൾ CBSE സിലബസ് പഠിച്ച കുട്ടികളാണെങ്കിലും സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികളാണെങ്കിലും 10th പഠിക്കുന്നുണ്ട് എന്താണ് ഓംസ് ലോ, V = IR എന്ന് വെച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സെക്കൻഡ് സെക്ഷൻ. തേർഡ് സെക്ഷൻ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ്. അതായത് ഈ റെസിസ്റ്റൻസ് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിൽ ടെമ്പറേച്ചർ മാറുമ്പോൾ റെസിസ്റ്റൻസ് എങ്ങനെ മാറും, അതാണ് നമ്മളിവിടെ പഠിക്കുക. റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഈ തേർഡ് സെക്ഷനിൽ പഠിക്കുക. ഫോർത്ത് വൺ ഈസ് കളർ കോഡ്. നമ്മൾ ഉപയോഗിക്കുന്ന റെസിസ്റ്റേഴ്സിലെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റെസിസ്റ്ററാണ് കാർബൺ റെസിസ്റ്റർ. ഇറ്റ്സ് വെരി സ്മോൾ, സോ ദ വാല്യൂ കനോട്ട് ബി റിട്ടൺ ഓൺ ഇറ്റ്. അതിന് മുകളിൽ എഴുതാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ ഒരു കളർ കോഡിംഗ് സിസ്റ്റം വെച്ചിട്ടാണ് അതിൻ്റെ വാല്യൂ പറയുന്നത്. അതാണ് കളർ കോഡ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഫിഫ്ത്ത് സെക്ഷൻ ഈസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. റെസിസ്റ്റേഴ്സിൻ്റെ സീരീസ് പാരലൽ കോമ്പിനേഷൻ. ഇത് 10th പഠിച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ കപ്പാസിറ്ററിൻ്റെ കേസിൽ സീരീസ് ആൻഡ് പാരലൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ റെസിസ്റ്റേഴ്സിൻ്റെയാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്തത് സെല്ലിൻ്റെ സെക്ഷൻ. നമ്മൾ റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ആ റെസിസ്റ്റേഴ്സ് നമ്മൾ സെല്ലിന് കണക്ട് ചെയ്യും. അപ്പോൾ അതിൽ കൂടെ എത്ര കറണ്ട് പോവും, ഒരു റെസിസ്റ്ററിനെ കുറിച്ച് എത്ര വോൾട്ടേജ് ഉണ്ടാവും, അത് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് എല്ലാം ഇൻവോൾവ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് സെൽസ് എന്ന് വിളിക്കുന്നത്. പിന്നെ പുതിയൊരു ലോ ആണ് കിർച്ചോഫ്സ് ലോസ്. അതായത് സിമ്പിൾ സർക്യൂട്ട്സ് എല്ലാം നമുക്ക് ഈ ഓംസ് ലോ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട്, കുറേ റെസിസ്റ്റേഴ്സ്, കുറേ സെൽസ് വന്ന ഒരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് വരുമ്പോൾ നമുക്ക് ഓംസ് ലോ മതിയാവില്ല. അതിനുപയോഗിക്കുന്ന ലോസ് ആണ് കിർച്ചോഫ്സ് ലോസ്. കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലോസ് ആണ് കിർച്ചോഫ്സ് ലോസ്. നിങ്ങൾ തൊട്ടുമ്പത്തെ ചാപ്റ്ററിൽ നിങ്ങളെന്ത് പഠിച്ചിട്ടുണ്ട്, കൂളംസ് ലോ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ബോഡീസിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ കൂളംസ് ലോ മതിയാവും. പക്ഷെ ഒരു കോംപ്ലിക്കേറ്റഡ് ബോഡീസിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് സ്ഫിയറോ ഷെല്ലോ വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ നമുക്ക് കൂളംസ് ലോ മതിയാവില്ല. അവിടെ നമ്മൾ ഗോസസ് തിയറി ഉപയോഗിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട്സ് വന്നാൽ കിർച്ചോഫ്സ് ലോസ് ഉപയോഗിക്കുന്നത്. എട്ടാമത്തത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കും. അതായത് നമുക്ക് കിർച്ചോഫ്സ് ലോ ഉപയോഗിച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ലോ, ഒരു ബ്രിഡ്ജാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. അത് കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഒരു പ്രാക്ടിക്കൽ രൂപത്തിലേക്ക് മാറ്റിയതാണ് നമ്മൾ മീറ്റർ ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് ഇപ്രാവശ്യം പ്രാക്ടിക്കൽ ചെയ്യാനുള്ളതാണ്. പിന്നെ വേറൊരു ഡിവൈസാണ് പൊട്ടൻഷ്യോമീറ്റർ. വോൾട്ടേജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് പൊട്ടൻഷ്യോമീറ്റർ. ആ പൊട്ടൻഷ്യോമീറ്റർ നമുക്ക് ഇപ്രാവശ്യം പ്രാക്ടിക്കൽ ചെയ്യാനില്ല. പിന്നെ അവസാന സെക്ഷൻ ഇലക്ട്രിക് പവർ, ബൾബിൻ്റെ പവറിനെ കുറിച്ചുള്ളത്, മറ്റ് ഡിവൈസിൻ്റെ പവറിനെ കുറിച്ചുള്ളത്. അത് നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ ചെറിയ സെക്ഷനായിട്ടാണ് ഡീൽ ചെയ്തത്, ഇൻ ബിറ്റ്വീനാണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ ലാസ്റ്റിലേക്ക് മാറ്റാനുള്ള കാരണം എൻട്രൻസ് എക്സാംസ് വരുമ്പോൾ
നീറ്റ് പരീക്ഷകൾ എഞ്ചിനീയറിംഗ് എക്സാംസ് എല്ലാം വരുന്ന സമയത്ത് കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് റെസിസ്റ്ററിൻ്റെ കോമ്പിനേഷനും സെല്ലിൻ്റെ കോമ്പിനേഷനും അറിയണം. അതുകൊണ്ടാണ് ഞാനത് ലാസ്റ്റ് സെക്ഷനിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിൽ ആദ്യത്തെ സെക്ഷൻ ഇൻട്രൊഡക്ഷൻ. ഇതിൽ ഞാൻ 3 കാര്യങ്ങളാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് കറണ്ട്, എന്താണ് വോൾട്ടേജ്, എന്താണ് EMF. ആദ്യം കറണ്ട് എന്താണ് നോക്കാം. നമ്മൾ കറണ്ടിനെ നമ്മൾ I എന്ന ലെറ്റർ കൊണ്ടാണ് കാണിക്കുക, കറണ്ട്. അപ്പോൾ എന്താണ് കറണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഇസ് എ ചാർജ് ഫ്ലോയിങ് ഇൻ യൂണിറ്റ് ടൈം. ഒരു സെക്കൻഡ് കൊണ്ട് യൂണിറ്റ് ടൈമിൽ ഫ്ലോ ചെയ്യുന്ന ചാർജിനെയാണ് നമ്മൾ കറണ്ട് എന്ന് വിളിക്കുക. അപ്പം നോക്കാം, നമുക്ക് T = 10 സെക്കൻഡ്സ്, 10 സെക്കൻഡ് കൊണ്ട് ചാർജിനെ Q എന്ന ലെറ്റർ കൊണ്ട് കാണിക്കുക 20 കൂളമാണ് ഫ്ലോ ചെയ്യുന്നത്. 10 സെക്കൻഡ് കൊണ്ട് 20 കൂളം ചാർജ് ഫ്ലോ ചെയ്യുമെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് എത്ര ചാർജാണ് ഫ്ലോ ചെയ്യുക? 20 / 10 ദാറ്റ് ഈസ് ഇക്വൽ ടു. അപ്പം നമുക്ക് എങ്ങനെ കിട്ടിയത്? 20 നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചാർജ് നമ്മൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട്. അപ്പം നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? I = Q/T. അപ്പോൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കറണ്ട് കിട്ടും. സോ ഇറ്റ്സ് എ ചാർജ് ഫ്ലോയിങ് ഇൻ യൂണിറ്റ് ടൈം. അപ്പോൾ യൂണിറ്റ് ടൈമിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ നമ്മൾ അതിനെ റേറ്റ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യുക, കറണ്ട് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക, കറണ്ട് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. 1 സെക്കൻഡ് കൊണ്ട് ഫ്ലോ ചെയ്യുന്ന ചാർജാണ് നമുക്ക് കറണ്ട് എന്ന് വിളിക്കുന്നത്. ഇനി അതിൻ്റെ യൂണിറ്റ് എന്താണ്? നമുക്ക് ഫിസിക്സിൽ എപ്പോഴും ഏതെങ്കിലും ഒരു പുതിയൊരു ക്വാണ്ടിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റും അതിൻ്റെ ഡയമെൻഷനെക്കുറിച്ചും ഒരു ഐഡിയ വേണം. അപ്പോൾ നമുക്കറിയാം യൂണിറ്റ് കറണ്ടിൻ്റെ നമുക്കറിയാം ആംപിയർ. കഴിഞ്ഞാലും പഠിച്ചിട്ടുണ്ട്. ഒരു ബേസിക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് കറണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. സയൻറ്റിസ്റ്റിൻ്റെ പേരാണെങ്കിലും ഞാൻ യൂണിറ്റ് ആയതുകൊണ്ടാണ് എയിൽ തുടങ്ങിയത്. പക്ഷേ ഡിനോട്ട് ചെയ്യുന്നത് നമുക്ക് എ കൊണ്ട് തന്നെ ഡിനോട്ട് ചെയ്യാം. ഇനി അതിൻ്റെ ഡയമെൻഷൻ ഇതൊരു ശീലമാക്കി എടുക്കണം. ഏത് പുതിയ ക്വാണ്ടിറ്റി കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റും ഡയമെൻഷൻ കാണുന്നത്. ഡയമെൻഷൻ നമ്മൾ എന്താ ചെയ്യുക? എ എന്ന ലെറ്റർ കൊണ്ട് കാണിക്കും, അല്ലെങ്കിൽ അതിന് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് എ എന്ന് കാണിക്കാറുണ്ട്. ഇനി അത് കൂടാതെ ചില നമുക്ക് ബുക്കിൽ കാണും I എന്ന ലെറ്റർ കൊണ്ട് കാണിക്കാറുണ്ട്, ക്യാപിറ്റൽ ലെറ്റർ I, ഓർ അതിന് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ I ന്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കറണ്ടിൻ്റെ ഡയമെൻഷൻസ് എഴുതുന്നത്. അപ്പോൾ യൂണിറ്റ് എഴുതി, ഡയമെൻഷൻസ് എഴുതി. ഇനി കറണ്ടിൻ്റെ പ്രോപ്പർട്ടീസ് എന്തെല്ലാം കറണ്ടിൻ്റെ പ്രത്യേകതകൾ? അതിൽ ഞാൻ ഓരോ പോയിന്റ് വൈസ് ആയിട്ട് പറയണം. ഒന്ന്, അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ളത്. The direction of flow of charge is opposite to the flow of electrons, or in the direction of flow of positive charges. എങ്ങോട്ടാണോ ഇലക്ട്രോൺ പോകുന്നത് നോക്കുക, അതിന് ഓപ്പോസിറ്റ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതേ ഡയറക്ഷനിൽ. അപ്പം ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അങ്ങനെ എടുക്കുന്നത്? ദാറ്റ് ഇസ് എ കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ്. പണ്ട് തൊട്ട് നമ്മൾ പിന്തുടരുന്ന ഒരു മെത്തേഡാണ്. അതുകൊണ്ട് എങ്ങോട്ട് ഇലക്ട്രോൺ പോകുന്ന നോക്കുക, അതിന് ഓപ്പോസിറ്റാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. അല്ലെ, എങ്ങോട്ട് പോസിറ്റീവ് ചാർജ് പോകുന്നത് അതേ ഡയറക്ഷനാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷനെ കുറിച്ച് പറഞ്ഞു. ഇനി ഡയറക്ഷനുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ പൊതുവെ നമ്മളെന്താ പറയുക? അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പറയാം. അപ്പോൾ കറണ്ട് സ്കേലറാണോ വെക്റ്റർ ആണോ എന്നല്ലേ ക്വസ്റ്റ്യൻ വരും. പക്ഷെ അറിഞ്ഞു വെക്കാം, കറണ്ട് ഒരു സ്കേലർ ക്വാണ്ടിറ്റിയാണ്, പക്ഷെ ഡയറക്ഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് ഡയറക്ഷൻ ഉണ്ടായിട്ട് കൂടി കറണ്ടിനെ നമ്മൾ സ്കേലറായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞെല്ലാം പഠിച്ചിട്ടുണ്ട് എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷൻ വേണം. പക്ഷെ നമുക്ക് മിക്ക ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും ആ ഡെഫിനിഷനിൽ നമുക്കവിടെ കീപ്പ് ചെയ്യാം, ആ ഡെഫിനിഷൻ മതിയാവും. പക്ഷേ ഒന്നും കൂടിയുണ്ട്, ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആവണമെങ്കിൽ അതിന് മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷൻ വേണം, അതേപോലെ വെക്റ്റർ അഡീഷൻ്റെ റൂൾസ് ഒബേ ചെയ്യണം. അതായത് നമുക്കറിയാം ട്രയാങ്കിൾ ഓഫ് വെക്റ്റർ അഡീഷൻ ഉണ്ട്, പാരലോഗൽ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ ഉണ്ട്. ഈ ട്രയാങ്കിൾ ലോയോ പാരലോഗൽ ലോ, അതായത് വെക്റ്റർ അഡീഷൻ റൂൾസ് ഒബേ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് മാത്രമേ നമുക്ക് വെക്റ്ററായി ട്രീറ്റ് ചെയ്യാൻ പറ്റൂ. മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷൻ വേണം, ഈ ലോസ് ഒബേ ചെയ്യും വേണം. കറണ്ടിൻ്റെ കേസിൽ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, പക്ഷെ അത് വെക്റ്റർ അഡീഷൻ്റെ റൂൾസ് ഒബേ ചെയ്യില്ല. അതുകൊണ്ട് അതൊരു സ്കേലർ ക്വാണ്ടിറ്റീസാണ്, സ്കേലർ ക്വാണ്ടിറ്റിയാണ്. കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രഷർ അതുപോലെയാണ്. മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്,
പക്ഷെ സ്പെസിഫിക് ആയിട്ട് ഒരു ഡയറക്ഷൻ ഇല്ലാത്തത് കൊണ്ട് അത് നമ്മൾ സ്കെയിലറായിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് വരുമ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. കറണ്ടും പ്രഷറും, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, പക്ഷെ വെക്ടർ അല്ല. ഇനി ഈ കറണ്ട് ഉണ്ടാവുന്നത് ചാർജിൻ്റെ ഫ്ലോ ഉണ്ടാവണം. ആ ചാർജ് ഫ്ലോ യൂണിഫോം ആണെങ്കിൽ ആ കറണ്ടിനെ നമ്മൾ സ്റ്റഡി കറണ്ട് എന്ന് വിളിക്കും. സ്റ്റഡി കറണ്ട് അല്ലെങ്കിൽ അതിനെ നമ്മൾ ഡി സി എന്ന് വിളിക്കും. സ്റ്റഡി കറണ്ട് ഓർ ഡി സി, ഡയറക്റ്റ് കറണ്ട്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഡി സി എന്ന് വിളിക്കുന്നത്. ഇനി ഫ്ലോ ഓഫ് ചാർജ് യൂണിഫോം അല്ല. ഫസ്റ്റ് സെക്കൻഡിൽ 2 കൂളം ചാർജ്, സെക്കൻഡ് സെക്കൻഡിൽ 3 കൂളം ചാർജ്, തേർഡ് സെക്കൻഡിൽ 4 കൂളം. അതായത് യൂണിഫോം അല്ല ഫ്ലോ. ഓരോ ടൈമിലും ഓരോ രീതിയിലാണ് ചാർജ് ഫ്ലോ ചെയ്യുന്നത്. അപ്പം ഇഫ് ദ ഫ്ലോ ഓഫ് ചാർജ് ഈസ് നോട്ട് യൂണിഫോം, ദാറ്റ് കറണ്ട് ഈസ് കോൾഡ് വേരിയിങ് കറണ്ട്. അതിനാണ് നമ്മൾ വേരിയിങ് കറണ്ട് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എ സി, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അതായത് എല്ലാ വേരിയിങ് കറണ്ട് എ സി അല്ല. ഒരു പീരിയോഡിക്കായിട്ട്, ഓർഡർലി ആയിട്ട് പീരിയോഡിക്കായിട്ട് വേരി ചെയ്യുന്ന ഒരു കറണ്ടാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിക്കുന്ന എ സി. എ സി ഒരു വേരിയിങ് കറണ്ടാണ്, പക്ഷെ എല്ലാ വേരിയിങ് കറണ്ടും എ സി അല്ല. ഇനി ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്ര വെലോസിറ്റിയിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ദ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആർ ട്രാൻസ്മിറ്റഡ് വിത്ത് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ അതേ വെലോസിറ്റിയാണ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉള്ളത്. അതായത് 3 × 10⁸ m/s. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കറണ്ടിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി ഞാൻ അടുത്ത ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വോൾട്ടേജിനെ കുറിച്ചാണ്. വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പി ഡി എന്ന് വിളിക്കുന്നത്. പൊതുവെ നമ്മൾ വി എന്ന ലെറ്റർ കൊണ്ട് കാണിക്കാം. വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് എ വർക്ക് ഡൺ to take an unit positive charge from one point to another in the conductor. നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്ന സെക്കൻഡ് ചാപ്റ്ററിൽ ഈ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ നോക്കിയ ഡെഫിനിഷൻ പോലെ നോക്കുകയാണെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വർക്ക് ഡൺ. ഇപ്പം നമ്മൾ ഇങ്ങനെ എഴുതാം, ചെയ്ത വർക്ക് ഒരു 40 ജൂളാണ്. മൂവ് ചെയ്ത ചാർജ് ഇസ് ഈക്വൽ ടു ഒരു 2 കൂളമ്പാണ്. 2 കൂളമ്പിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 40 ജൂൾ വർക്ക് ചെയ്തു. അപ്പോൾ 1 കൂളമ്പിനെ മൂവ് ചെയ്യാൻ എത്ര വർക്ക് ചെയ്യുന്നത്? നമ്മൾ 40/2, ദാറ്റ് ഈസ് ഈക്വൽ 20 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 40നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അത് ഇക്വേഷനിലേക്ക് മാറ്റി കഴിഞ്ഞാലോ വർക്കിനെ ചാർജ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ വോൾട്ടേജ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ്. സോ ഡെഫിനിഷൻ ഒന്നും കൂടെ പറയുന്നത്, ഇറ്റ് ഇസ് എ വർക്ക് ഡൺ ടു മൂവ് ആൻ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം one point to another on the conductor. അതായത് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ചാർജ്. ഇനി നമ്മൾ ആവർത്തിക്കുന്നത് വോൾട്ടേജിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാം. വോൾട്ടേജിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വർക്കിൻ്റെത് ജൂളാണ്, ചാർജിൻ്റെത് കൂളമാണ്. ജൂൾ പെർ കൂളം. അതിന് നമ്മൾ വോൾട്ട് എന്നാ വിളിക്കുക. വി എന്ന ലെറ്റർ കൊണ്ടാണ് കാണിക്കുക. ഇനി അതിൻ്റെ ഡയമെൻഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഡയമെൻഷൻ കാണുന്നത് ഒരു സ്വഭാവമൊക്കെ എടുക്കണം. ഇത് നിങ്ങൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പഠിച്ചിട്ടുണ്ട്. വർക്കിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, mL² T⁻⁻² ആണ്, ഡിവൈഡഡ് ബൈ ചാർജിൻ്റെ ഡയമെൻഷൻ. ഇവിടെ നോക്കിയാൽ കിട്ടും. ചാർജ് എന്ന് പറഞ്ഞാൽ I × T എന്നാണ് വരിക. ഈക്വേഷൻ പ്രകാരം വരും. അപ്പോൾ ചാർജിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ ഡയമെൻഷൻ ഇൻറ്റു ടൈമിൻ്റെ ഡയമെൻഷൻ. കറണ്ടിൻ്റെ ഡയമെൻഷൻ എ കൊണ്ടോ I കൊണ്ടോ കാണിക്കും. ഞാൻ I കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ ഡയമെൻഷൻ ഇൻറ്റു ടൈമിൻ്റെ ഡയമെൻഷൻ. ടൈമിൻ്റെ ഡയമെൻഷൻ T ആണ്. അപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ mL² T മുകളിലോട്ട് പോകും. T⁻³ I⁻⁻1. ഇതാണ് നമുക്ക് വോൾട്ടേജിൻ്റെ ഡയമെൻഷൻ വരിക. ഇനി വോൾട്ടേജിൻ്റെ പ്രത്യേകതകൾ, പ്രോപ്പർട്ടീസ്. സ്കെയിലറാണോ വെക്ടറാണോ എന്നുള്ളത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. വർക്ക് സ്കെയിലറാണ്, ചാർജ് സ്കെയിലറാണ്. നമുക്ക് ഒരു ഡൗട്ടും ഇല്ല, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ഇനി വോൾട്ടേജിന് അനലോഗസ് ആയിട്ടുള്ള ടേം നമുക്ക്
കണ്ടെത്താൻ പോകുന്നത്. അതായത് ഫസ്റ്റ് ഇയർ നമ്മൾ ഹീറ്റ് എന്നൊരു ചാപ്റ്റർ പഠിച്ചത്. അതിൽ ഈ വോൾട്ടേജ് അനലോഗസ് ആയിട്ടുള്ള ടേം. അതിന് മുന്നേ നമ്മൾ 10th പഠിച്ചൊരു കാര്യമുണ്ട്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കറണ്ട് എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ എനർജിയുടെ ഫ്ലോ ഉണ്ടാവണമെങ്കിൽ ദർ ഷുഡ് എക്സിസ്റ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകണമെങ്കിൽ ആ രണ്ട് പോയിന്റ് ഇടയിൽ എന്ത് വേണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് വോൾട്ടേജ് വേണം. അപ്പം വോൾട്ടേജ് ഉള്ളതുകൊണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ ഹീറ്റ് നോക്കിയാലോ, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഇലക്ട്രിക്കൽ എനർജി ഇവിടെ ഫ്ലോ ചെയ്യുന്ന പോലെ അവിടെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഹീറ്റ് എനർജി ഫ്ലോ ചെയ്യണമെങ്കിൽ ആ രണ്ട് പോയിന്റിനിടയിൽ എന്ത് വേണം? നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്, ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ ഹീറ്റ് എനർജിയുടെ ഫ്ലോ ഉണ്ടാവും. അതേപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ടെമ്പറേച്ചറാണ് ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ടേം, വോൾട്ടേജിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ടേം വരുന്നത്. ഇനി ഒരു ടേം കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് EMF, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്ന EMF. ഇ എന്ന ഇലക്ട്രോൺ ഞാൻ കാണിക്കുന്നത്, അത് എപ്സിലോൺ കൊണ്ട് കാണിക്കാറുണ്ട്. നമുക്ക് എളുപ്പം കുറച്ചും കൂടി കൊണ്ട് കാണിക്കാറാണ്. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഫോഴ്സ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. എന്താണ് EMF നോക്കാം. നേരത്തെ നമ്മൾ കണ്ടക്ടറിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റു പോയിന്റിലേക്ക് ചാർജ് മൂവ് ചെയ്യുന്ന കേസ് പറഞ്ഞു. അതേപോലെ ഒരു സർക്യൂട്ടിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൻ്റെ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെൽ ചെയ്യുന്ന വർക്കാണ് EMF എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ബൈ ദ സെൽ ടു മെയിൻറ്റെയിൻ ദ ഫ്ലോ ഓഫ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇൻ ദ സർക്യൂട്ട്. സർക്യൂട്ടിൽ 1 കൂളം ചാർജിൻ്റെ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, നിലനിർത്താൻ വേണ്ടി സെൽ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? EMF എന്ന് വിളിക്കുക. നേരത്തെ പോലെ നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യാൻ ചെയ്യുന്ന വർക്ക് ഇതേപോലെ വരും. അതും W/Q തന്നെയാണ്. വർക്ക് ബൈ ചാർജ് തന്നെയാണ് EMF എന്ന് വിളിക്കുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്നത് സെല്ലാണ്. 1 കൂളം ചാർജിനാണ് കൊണ്ടുപോകുന്നത്. ഇനി അതിൻ്റെ യൂണിറ്റ് സെയിം തന്നെയാണ്. യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് വോൾട്ട് തന്നെയാണ്. ഡയമെൻഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, നേരത്തെ ചെയ്തിട്ടുണ്ട്. ഡയമെൻഷൻ mL² T⁻³ I⁻⁻1. ഇനി ഒന്നുകൂടെ നോക്കാം നമുക്ക്. ഈ EMF സ്കാലറാണോ വെക്ടറാണോ? ഒരു സംശയം വേണ്ട, വർക്ക് സ്കാലർ, ചാർജ് സ്കാലർ. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും EMF സ്കാലറാണ്. അപ്പം നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡൗട്ട് വരും, വോൾട്ടേജ് EMF രണ്ടിനും ഒരേ ഇക്വേഷനാണ്, ഒരേ യൂണിറ്റാണ്, ഒരേ ഡയമെൻഷനാണ്, രണ്ടും സ്കെയിലറാണ്. അപ്പോൾ ഇവ രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഷുവർ, ദർ എ ഡിഫറൻസ് ബിറ്റ്വീൻ EMF ആൻഡ് വോൾട്ടേജ്. രണ്ടും ഒന്നല്ല. ഒന്ന്, ഞാൻ ഇവിടെ ഒരു കോളം വരച്ചിട്ട് EMFും വോൾട്ടേജും തമ്മിലുള്ള വ്യത്യാസം എഴുതുന്നു. ഒരു കോളത്തിൽ EMF, മറ്റൊരു കോളത്തിൽ വോൾട്ടേജ്. നമുക്ക് സെല്ലിന് മാത്രം ഉള്ളൊരു ടേമാണ് EMF. നമ്മളിപ്പോൾ ഒരു സെല്ല് ഇവിടെ വരച്ചു, ഇവിടെ ഒരു റെസിസ്റ്റർ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ് നിങ്ങൾ. അപ്പോൾ നമുക്ക് എന്താ പറയുക, വാട്ട് ഈസ് ദ EMF ഓഫ് ദ സെൽ എന്ന് ചോദിക്കാം. വാട്ട് ഈസ് ദ EMF ബിറ്റ്വീൻ ദ പോയിന്റ്സ് A ആൻഡ് B? ഈ പോയിന്റ് A എന്ന് വിളിക്കുക, ഇത് B എന്ന് വിളിക്കുക. വാട്ട് ഈസ് ദ EMF ബിറ്റ്വീൻ A ആൻഡ് B നമ്മൾ ചോദിക്കില്ല. വാട്ട് ഈസ് EMF ഓഫ് ദ സെൽ എന്ന് ചോദിക്കും. അപ്പം EMF എന്ന് പറഞ്ഞത് സെല്ലിൻ്റെ കേസിൽ മാത്രം കാണുന്നതാണ്. പക്ഷേ വോൾട്ടേജ്, വാട്ട്സ് ദ വോൾട്ടേജ് ബിറ്റ്വീൻ ദീസ് ടു ടെർമിനൽ ഓഫ് ദ സെൽ എന്ന് ചോദിക്കാം. വാട്ട്സ് ദ വോൾട്ടേജ് ബിറ്റ്വീൻ A ആൻഡ് B എന്ന് ചോദിക്കാം. അതായത് വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A ആൻഡ് B എന്ന് ചോദിക്കാം. അതായത് സർക്യൂട്ടിൽ മൊത്തം നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഒരു ഡിഫറൻസ് ഉള്ളത്, ഈ സെല്ല് ഇവിടെ ഇല്ലെങ്കിൽ ഇതിലിവിടെ കറണ്ട് പോവില്ല. എന്തുകൊണ്ടാണ് കറണ്ട് പോകാതെ? എക്കും ബിക്കും ഇടയിൽ വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട്. എക്കും ബിക്കും ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ സെല്ലിൽ കൂടി കറണ്ട് പോകും. അപ്പോൾ കറണ്ട് പോകണമെങ്കിൽ ഇവിടെ എന്ത് വേണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണമെങ്കിൽ സെല്ല് വേണം. അതുകൊണ്ട് സെല്ലുണ്ടെങ്കിൽ, അതായത് EMF ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറണ്ട് ഉണ്ടാവൂ, വോൾട്ടേജ് ഉണ്ടാവും.
അപ്പോൾ സെൽ എന്ന് പറഞ്ഞ് ഇ എം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോസാണ്. ഇ എം എഫ് ഉള്ളത് കൊണ്ട്, സെൽ ഉള്ളത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നതാണ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. അപ്പം വോൾട്ടേജ് നമുക്ക് ഒരു എഫക്റ്റാണെന്ന് വിളിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻട്രൊഡക്ഷനിലുള്ളത്. എന്താണ് കറണ്ട് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, വോൾട്ടേജ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, അതേപോലെ ഇ എം എഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു.